ഞാൻ വിളിക്കുമ്പോഴേ ഫോൺ ഇങ്ങനെ ആരോ കട്ടാക്കി വിടുക. എന്താ അത്? ആരെങ്ങനെ ഫോൺ കട്ടാക്കുന്നത്? ഞാനാ കട്ടാക്കുന്നത്. നിങ്ങളുടെ മകൾക്ക് 24 മണിക്കൂർ ഇങ്ങനെ ഫോണിൽ ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ പണി. അവൾക്ക് വേറെ പണികളുണ്ട് ഈ വീട്ടില്. പിന്നെ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട് എനിക്ക്. ഈ 10 മിനിറ്റ് കൂടുമ്പോഴുള്ള മകളുടെ വിളി ഇല്ലേ, അത് അങ്ങോട്ട് നിർത്തിക്കോ. നിങ്ങൾ എത്ര വിളിച്ചിട്ടും കാര്യമില്ല, അവള് ഫോൺ എടുക്കില്ല. അവളുടെ ഫോണേ എന്റെ കയ്യിലാ. ഇനി അവള് നിങ്ങളടുത്ത് സംസാരിക്കണമെങ്കിലേ ഞാൻ വിചാരിക്കണം. ഞാനാണെങ്കിൽ വിചാരിക്കൂല്ല. ഉമ്മ പോട്ടോണ്ടി. ഉമ്മ ഇനി നിക്കണില്ല. നിന്നൊന്ന് കണ്ടല്ലോ, അത് മതി. ഞാൻ പോട്ടെ. ഒന്ന് വേഗാവട്ടെ. പിന്നെ പൂമ്പളേ ഇതാ നിക്കണ ഈ സാധനത്തിനോട് കൊണ്ടക്കോളി. എന്തിനാ അവിടെ അങ്ങനെ ഒരു പാഴ് വസ്തു ചെല്ലും ചെലവും തീറ്റയും കൊടുത്തിട്ട് ഞങ്ങള് മുടിയാൻ വേണ്ടിട്ട്. ഇവള് പോയാലേ എന്റെ മകൾക്ക് നല്ല അടിപൊളി പെണ്ണുങ്ങളെ വേറെ കിട്ടും. എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ എന്റെ മകളിനെ വിഷമിപ്പിക്കുന്നത്? നിങ്ങൾക്കും ഒരു മകള്, അവൾക്ക് ഇതേ പ്രായമല്ലേ ഉള്ളൂ. നിങ്ങക്ക് അവളെ കാണുന്ന പോലെ ഇവളെയും കണ്ടുകൂടെ? എന്താ കേട്ടില്ല? എന്റെ മകളെ പോലെ ഈ നശിച്ചവളാ. എന്റെ മകളെ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ ജനിച്ചു വളർന്നതാ. അവളെ കെട്ടിച്ചു കൊടുത്താക്കണതേ അതേപോലെ അന്തസ്സുള്ള കുടുംബത്തിക്കാ. അതും പറഞ്ഞതിനേക്കാൾ കൂടുതൽ സ്വർണ്ണവും മുതലും കൊടുത്തിട്ടാ ഞങ്ങൾ അവളെ കെട്ടിച്ചത്. അതുകൊണ്ട് എന്താ, അവിടെ ഉള്ളവരെ അവളെ രാജകുമാരനെ പോലെയാ നോക്കണത്. അവൾക്ക് ഇവിടത്തെ കളി സുഖേ അവിടെയാ. നിലത്ത് കിടക്കുന്ന ഒരു പ്ലാവിന്റെ ഇല പോലും കുനിഞ്ഞെടുക്കാനും എന്റെ മകളിനെയും കൊണ്ട് അവളുടെ അമ്മയമ്മയും ഭർത്താവും സമ്മതിക്കില്ല. അത്രയ്ക്ക് സ്നേഹ അവർക്കൊക്കെ അവളിനോട്. അതൊക്കെ കുടുംബത്തിന്റെ സംസ്കാരം കൊണ്ടാ. അങ്ങനെയുള്ള എന്റെ മകളിനെ പോലെയാണ് ഈ കണ്ണി കണ്ട അലവലാദികൾ എന്നൊക്കെ പറഞ്ഞാ പടച്ചാൻ പോലും നിങ്ങളുടെ അടുത്ത് പോർക്കില്ല. ഉമ്മ പോവാനും ഇനി ഉമ്മക്ക് ഇവിടെ ഇരിക്കാൻ സാധിക്കില്ല. എന്റെ മകളുടെ അടുത്ത് ഉമ്മക്ക് ഒരു കാര്യം പറയാനുള്ളൂ. നിനക്ക് ഇവിടെ നിക്കാൻ പറ്റിയെങ്കിൽ നീ ഇവിടെ നിന്നാ മതി. നീ ഇവിടെ കടിച്ചു തൂങ്ങി നിക്കണം എന്നൊന്നും ഉമ്മ പറയില്ല. നിനക്ക് എപ്പോഴാ അങ്ങോട്ട് വരാൻ തോന്നുന്നു അപ്പൊ നീ അങ്ങോട്ട് വന്നോ. നിനക്ക് വേണ്ടിട്ട് എന്നും ആ വീടിന്റെ വാതിൽ തുറന്ന് കിടക്കും. ഉമ്മ ഉമ്മ പോവാ എന്നെ കുഞ്ഞു നിക്കണില്ല. മതിയടി പൂങ്കണ്ണീർ ഒഴുക്കിയതേ. എന്ത് പറഞ്ഞാലും ഉണ്ട് ആദ്യം അവളുടെ ഒരു കള്ളക്കരച്ചില്. എന്നാ പിന്നെ ആരും ഒന്നും മിണ്ടില്ലല്ലോ. നിന്റെ അങ്ങത്തടകളൊന്നേ എന്റെ അടുത്ത് നടക്കില്ല. നീ പോയിട്ടെ ആ ബാത്റൂം കഴിയിടാൻ നോക്ക്. അത് അവിടെ പകുതിയാക്കി വെച്ചേക്കുക. അവളുടെ ഉമ്മാനെ അങ്ങോട്ട് കണ്ടപ്പോ അവളെ എല്ലാ പണിയും അങ്ങോട്ട് മറന്നു. വേഗം അത് കഴുകിടാൻ നോക്ക്. എന്നിട്ടേ ആ തൈല കുപ്പി എടുത്തിട്ടേ എന്റെ റൂമിക്ക് വാ. എന്റെ കാലും കൈയൊക്കെ ഒന്ന് ഒഴിയണം. വേഗം ആവട്ടെ. നിന്ന് മോങ്ങോട്.